സുഹൃത്തുക്കളെ നമസ്കാരം. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മുടെ മണിയന്റെ വിഷയം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് മണിയൻ? ഏറമ്മിലെ മണിയനല്ല, നമ്മുടെ നെയ്യാറ്റിങ്കര മണിയൻ, അതായത് ചുമട്ട് തൊഴിലാളിയായിരുന്ന മണിയൻ. ഇന്നിപ്പോൾ എല്ലാവരും വിളിക്കുന്ന ഗോപൻ സ്വാമി, എല്ലാവരും എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് അന്ധവിശ്വാസികൾ വിളിക്കുന്ന ഗോപൻ സ്വാമി. ഇന്നിപ്പോൾ ഞാനൊരു ന്യൂസ് കണ്ടു നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ. അതിൽ വന്നിരിക്കുന്നത്, അതായത് ഗോപൻ സ്വാമി ഇനി മുതൽ വെറും സ്വാമിയല്ല, ദൈവമാണെന്നാണ്. അതായത് അദ്ദേഹത്തിന്റെ ഇളയ മകന്റെ കുറെ പൂജയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. അദ്ദേഹം പറയുന്നത് അന്യരാജ്യങ്ങളിൽ നിന്നുമൊക്കെ ഒരുപാട് ആളുകൾ തീർത്ഥാടനത്തിനായിട്ട് വരുന്നുണ്ട്. ഇതൊരു തീർത്ഥാടന കേന്ദ്രമായി തന്നെ മാറിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കുറച്ച് പൈസ ഉണ്ടാക്കാൻ, വരുമാനം ഉണ്ടാക്കാൻ പറ്റിയൊരു വഴിയായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമേ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മണിയൻ എന്ന് പറയുന്ന ഈ വ്യക്തിയെ മക്കൾ കൊണ്ട് കൊന്നിരുത്തിയതാണ്, അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം കൊണ്ടിരുത്തിയതാണെന്നും കുറെ കുംഭമേളയിൽ ഈ 1001 ശങ്കരാചാര്യ എന്നൊക്കെ പറഞ്ഞ ഒരുത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏതോ സ്വാമിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. ഇത് എവിടുന്ന് വന്നത് നമുക്കറിയില്ല, അതൊക്കെ പോട്ടെ, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഈ മണിയൻ, എനിക്ക് മണിയെന്ന് വിളിക്കാനാണ് താല്പര്യം. ഗോപൻ സ്വാമി എന്ന് എനിക്ക് എൻ്റെ ഒരു വികാരം, എനിക്കതിനെ അങ്ങനെ വിളിക്കാൻ തോന്നുന്നില്ല. കാരണം ഞാനൊക്കെ കണ്ടിട്ടുള്ള ദൈവങ്ങൾ, നമ്മൾ കണ്ടിട്ടുള്ള ശിവനുണ്ട്, അയ്യപ്പനുണ്ട്, യേശുണ്ട്, അതുപോലെ ഒരുപാട് ദൈവങ്ങൾ നമുക്കിടയിലുണ്ട്. അപ്പം അതിനിടയ്ക്ക് ഒരു ചുമട്ടുതൊഴിലാളിയൊക്കെ ദൈവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നവർക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ കുറച്ച് അന്ധവിശ്വാസികൾ, കണ്ണിൽ ഇരുട്ടുള്ളവർക്കും അല്ലെങ്കിൽ തലച്ചോറിൽ ചകിരിച്ചോറിരിക്കുന്നവർക്കും ഒക്കെ വിശ്വസിക്കാം. ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കാനും പോകുന്നില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യ ചരിത്രത്തിൽ ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട ഒരു ദൈവമാണ് ഈ പറയുന്ന മണിയൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ന് ഈ പേരിൽ അറിയപ്പെടുന്ന ഗോപൻ. ആദ്യമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട ഒരു ദൈവവും, അതേപോലെ റേഷൻ കടയിലൊക്കെ പോയി വിരലൊക്കെ പതിപ്പിച്ചിട്ട് അരിയും സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുള്ള ദൈവവും ഈ പറയുന്ന ഗോപൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ റേഷൻ വാങ്ങിക്കണമെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? വേണം. അതിനിപ്പോ പുതിയ നിയമം ഉണ്ടല്ലോ, അതിപ്പോ എന്ത് ചെയ്യണം? വിരൽ കൊണ്ട് എന്ത് ചെയ്യണം? ആണല്ലോ, അതുണ്ടായിരുന്നല്ലോ, അച്ഛൻ പോയിരുന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡേറ്റും കൂടെ ഉണ്ട്. നടപടി എടുക്കും. ഒരു കുടുംബത്തെ ഇല്ലാതാക്കുക, ഒരു ഹിന്ദുവിൻ്റെ അമ്പലത്തെ വ്രണപ്പെടുത്തുക എന്നുള്ള ഒരു കുറ്റകൃത്യം, മഹാകുറ്റകൃത്യം തന്നെയാണ് വിശ്വംഭരൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇവരുടെ മകന്റെ ഒരു പ്രസ്താവനയൊക്കെ ഉണ്ട്. അച്ഛന് എണീറ്റ് നടക്കത്തില്ലെന്ന് പറഞ്ഞതിനെതിരെ പറയുന്ന ഒരു പ്രസ്താവനയാണ്. അതായത് റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ അരി മേടിക്കണം എന്നുണ്ടെങ്കിൽ വിരൽ പതിപ്പിക്കണം, എന്നാലേ അരി കിട്ടുള്ളൂ. അച്ഛൻ റേഷൻ കടയിൽ പോയിട്ട് അരി മേടിക്കും. എൻ്റെ പൊന്നു മോനെ, ഒരു വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും പേര് റേഷൻ കാർഡിൽ പതിപ്പിച്ചിട്ടുണ്ടാവും. അതിൽ ആരെങ്കിലും ഒരാൾ പോയി അവരുടെ വിരൽ പതിപ്പിച്ചാൽ മതി. അച്ഛനും അമ്മയും തന്നെ പോകണമെന്നൊന്നുമില്ല. മക്കൾ ആര് പോയി വിരൽ പതിപ്പിച്ചാലും അരിയും പഞ്ചസാരയൊക്കെ കിട്ടും. അതിനെന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നീ അതെടുത്ത് നിരത്ത്. അല്ലാണ്ട് നീ വെറുതെ താളം വിടാതെ, വെറുതെ വായ്ത്താളം, നീ തുടക്കം മുതലേ വായ്ത്താളം വിടുന്നുണ്ട്. ഞാനൊരു തവണ ഇവരുടെ ഈ വീടിന്റെ പരിസരത്തൊക്കെ പോയി. അപ്പോൾ പോയ സമയത്ത് എനിക്ക് അവിടെ കാണാനുണ്ടായ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഉടായ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഉടായ്പിന്റെ ബേസ് ചെയ്തിട്ട് അതിന് മുകളിൽ ഇവർ കെട്ടിപ്പൊക്കിയ ഒരു കഥയായിരുന്നു അച്ഛൻ മരിച്ചു. ഒരച്ഛൻ മരിച്ചു, അല്ലെങ്കിൽ സമാധി ഇരുത്തിയെന്ന് ആരും അറിയാണ്ട്, അല്ലെങ്കിൽ ന്യൂസുകാർ പോലും അറിയാണ്ട് പോയി കഴിഞ്ഞാൽ ഇവർക്കൊരു വരുമാനം ഉണ്ടാവത്തില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യണ്ടേ? അതിനെ വളച്ചൊടിച്ചുകൊണ്ട്, അതിനെ വീട്ടുകാർക്ക് ഒരു അന്ധതയുണ്ട്, അല്ലെങ്കിൽ വീട്ടുകാരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് വരുത്തി തീർക്കുവാനായിട്ട് തന്നെ അതിലെ നാട്ടുകാരെ പ്രേരിപ്പിച്ചു. എന്തിന്? ഈ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് ന്യൂസ് ആക്കാനും അത് വലിയൊരു പബ്ലിസിറ്റി ആക്കാനും വേണ്ടിയിട്ട് വീട്ടുകാർ ശ്രമിച്ചതിന്റെ ഫലമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കുറച്ച് ആളുകളും കൂടെ നിന്നു. അവർക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് നിന്നായിരിക്കണം എന്നുള്ള ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നിന്ന സമയത്ത് ഇവർക്ക് കുറച്ച് ആരും അറിയാതെ, ഇവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പബ്ലിസിറ്റി ഉണ്ടായി. ആ പബ്ലിസിറ്റിയിൽ കൂടി ഈ ലോകം മുഴുവനും ഇവരെ പറ്റി അറിഞ്ഞതിന്റെ ഫലമായിട്ട് കുറെ ആളുകൾ ഇത് കാണാനായിട്ട് വന്നത് ഈ പറയുന്ന ഗോപന്റെ അല്ലെ മണിയന്റെ ദിവ്യത കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഒരാളെ മരിച്ചു, ഒരാളെ കൊണ്ട് ഇരുത്തി എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പോവുക. സ്വാഭാവികമായിട്ട് ഞാനും പോയി. അപ്പോൾ പോയ സമയത്തും, അല്ലെങ്കിൽ അത് അങ്ങനെ വരുന്ന സമയത്തമായ വിശ്വാസം തലയിൽ കയറി ഇങ്ങനെ ബുദ്ധിക്ക് സ്ഥിരതയില്ലാതിരിക്കുന്ന ഈ വീട്ടുകാർ വിചാരിക്കുന്നത് ഈ സ്വാമിയെ കാണാൻ, അല്ലെ ദൈവത്തിനെ കാണാൻ, തൊഴാനായിട്ട് ആളുകൾ വരുന്നു എന്നാണ്. ഇപ്പൊ പോലും നമ്മളിപ്പം ശിവനുണ്ട്, അയ്യപ്പനുണ്ട്, ഒരുപാട്, ഞാൻ ആദ്യം പറഞ്ഞ ഒരുപാട് ദൈവങ്ങളുണ്ട്. ഈ ദൈവത്തിൽ പോലും വിശ്വാസമില്ലാത്ത ഒരുപാട് ആളുകൾ ഉള്ളതിൻ്റെ ഇടയ്ക്കാണ് ഈ പറയുന്ന ചുമട്ട് തൊഴിലാളിയെ കൊണ്ട് ദൈവം എന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കുന്നത്. ഇതിലൊക്കെ ആര് വിശ്വസിക്കാനാണ്? നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് മണ്ടന്മാരായിട്ടുള്ള ആളുകൾ ഇതൊക്കെ വിശ്വസിക്കുമായിരിക്കും. പക്ഷേ നാട്ടിലെ എല്ലാ ജനങ്ങളും ഇങ്ങനെ വിശ്വസിക്കുമെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് തന്നെ ഇപ്പം മകനൊരു ജോലിയായി. ഞാൻ അറിഞ്ഞത് മകന് നേരത്തെ ദേവസ്വം ബോർഡിൽ ജോലി ഉണ്ടായിരുന്നു, അത് വിട്ടിട്ട് വന്നു. മകൻ പിന്നീട് അതിന് ശേഷം ഈ പറയുന്ന മെക്കാനിക്കൽ പണിയൊക്കെ നല്ലപോലെ ചെയ്യുമായിരുന്നു എന്നാണ് നാട്ടുകാർ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം വിട്ടിട്ട് ഈ പണിയൊന്നും വേണ്ടെന്ന് വെച്ച് വീട്ടിൽ 2 പശുക്കളുണ്ട്. നമ്മൾ അന്ന് ചെല്ലുന്ന സമയത്ത് പശുവൊക്കെ വിശന്ന് കിടന്ന കാര്യം. മിക്കവാറും 2 ദിവസം കഴിയുമ്പോൾ അതിനെ സമാധിയാക്കിയിട്ട് അതിനെ വേറെ ദൈവമാക്കും. അത് വേറൊരു കാര്യം.
അപ്പോൾ ഈ രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. ഇതെല്ലാം വിട്ടിട്ട് മകൻ ഈ പറയുന്ന രീതിയിലേക്ക് ഒന്ന് വരണം എന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന അമ്പലം ഇത്രയും ശ്രദ്ധ ആകർഷിപ്പിച്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ കഷ്ടപ്പാടിന്റെ ഫലമായിട്ട് ഇപ്പൊ നമ്മളെ പറയുന്ന മണിയനെ സമാധി ഇരുത്തി ദൈവമാക്കി, ഋഷിപീഠം എന്ന് പേരുമാക്കി, അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഹൈ ലെവലിൽ അവർക്ക് ഒരു പബ്ലിസിറ്റി കിട്ടി. അവരൊരിക്കലും പോലും പ്രതീക്ഷിച്ചിട്ടില്ലാത്തൊരു സപ്പോർട്ടാണ് അവർക്ക് കിട്ടിയത്. അത് പോലീസിന്റെ സൈഡിൽ നിന്നായിക്കോട്ടെ, മീഡിയയുടെ സൈഡിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ സർക്കാരിന്റെ സൈഡിൽ നിന്നായിക്കോട്ടെ. ആ സപ്പോർട്ടെന്ന് ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, അവർക്കൊരു പബ്ലിസിറ്റിക്കുള്ള സപ്പോർട്ട്. പക്ഷെ നമ്മൾ ആരും വിചാരിക്കുന്നില്ല ഇവരുടെ ഐഡിയ ഇതാണെന്നുള്ളത്. ഈ ഒരു തന്ത്രപൂർവ്വപരമായ അവരുടെ ചിന്താഗതിക്കൊപ്പം നമ്മൾ അവരെ എതിർത്ത് അതെന്താണ് അവർ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ശ്രമിച്ചതിന്റെ ഫലമായിട്ട് സ്വാഭാവികമായിട്ടും അവർക്കൊരു പബ്ലിസിറ്റി കിട്ടി. ഇപ്പോഴും മീഡിയ പല ആളുകളും അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഇവർക്കൊരു പബ്ലിസിറ്റി വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ ദൈവമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കും. മണിയൻ ആരായിരുന്നു എന്ന് നമുക്ക് പലർക്കും അറിയാം, നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഒരിക്കലും ഒരു മനുഷ്യൻ ഇങ്ങനെ വന്നിട്ട് ദൈവം എന്ന് പറഞ്ഞിരുത്തി കഴിഞ്ഞാൽ അത് അവർക്ക് പറഞ്ഞുകൊണ്ട് നടക്കാനേ പറ്റുള്ളൂ. മറ്റുള്ളവർ വിശ്വസിക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കാര്യത്തിൽ വിശ്വാസമില്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ ഇതിൽ നാടിയാൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ ഈ ലോകത്ത് അച്ഛൻ ആരാണെന്ന് അറിയണം. അപ്പം അതിന് എന്താണോ ഈശ്വരൻ കണ്ടിരിക്കുന്നത് ആ മാർഗം ഈശ്വരനാണ് അത് എന്ന്. അതുകൊണ്ടാണ് ഈശ്വരൻ ആ മാർഗം എന്നുകൊണ്ടാണ് ഈ സ്ത്രീയും ലോകം അറിഞ്ഞത്. അപ്പം അതങ്ങനെ ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞു. അതങ്ങനെ ചെയ്യണം, നമ്മളത് ചെയ്യണം. അത് ആ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ ലോകം അറിഞ്ഞത്. അച്ഛനും ഈ ഈശ്വരനെ അറിഞ്ഞത് അതുകൊണ്ടാണ്, ഈ മഹാക്ഷേത്രത്തെ അറിഞ്ഞത് അതുകൊണ്ടാണ്. ഈ പ്രപഞ്ചം മൊത്തം അറിഞ്ഞില്ലേ, അതുകൊണ്ടാണ് അറിഞ്ഞത്. അല്ല, ഇപ്പോൾ സ്വാഭാവികമായി നമ്മളൊരു സാധാരണ ആൾക്കാർ മരിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ പഞ്ചായത്തിലൊക്കെ അറിയിച്ച് മരണം രജിസ്റ്റർ ചെയ്യും. അങ്ങനെ അറിയിക്കുമ്പോൾ അതൊരു നിയമപരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പം അതുമായിട്ട് നമുക്കിപ്പം ഇന്ന് ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഈശ്വരനുമായിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഈശ്വര നിശ്ചയം പോലെ എല്ലാം നടക്കും. രണ്ടാമത് സമാധിയിരുത്തിയതിനു ശേഷം ഈ മരണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ് ഇതിനെ അതിനുശേഷം പറയാം. സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. പറയാം, അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും. തീർത്ഥാടന കേന്ദ്രമാക്കാനുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആളുകൾ വരുന്നുണ്ടോ ഇപ്പോൾ ഇവിടെ? ഒരുപാട് തീർത്ഥാടകർ വരുന്നുണ്ട്. ഒരുപാട് പേര് തൊഴാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട്, ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ ഇനി ഭാവിയിൽ കൂടുതൽ ആൾക്കാർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഭഗവാൻ എന്താണോ നിശ്ചയിക്കുന്നത് തീർച്ചയായിട്ടും അത് നടക്കുന്നതായിരിക്കും. ആ ഈശ്വരൻ നിശ്ചയിക്കുന്നതിനപ്പുറം ഈ ലോകത്തൊന്നുമില്ല. ജാതി മത വിഭാഗങ്ങളും വരും. എല്ലാ ജാതി മത വർഗ ഭേദ വന്യമസ്ഥാനം തീർച്ചയായിട്ടും ഈശ്വരനെ തൊഴാൻ ഇവിടെ വരുന്നതായിരിക്കും.